നെഹ്റു ട്രോഫി ജലമേളയിലെ വിജയികളെ സംബന്ധിച്ച തർക്കത്തിൽ 100 പേർക്കെതിരെ കേസെടുത്തു. വിയ്യപുരം ചുണ്ടനിലെ തുഴച്ചിൽക്കാർ ഉൾപ്പെടെ 100 പേർക്കെതിരെയാണ് കേസ്. നെഹ്റു പവലിയൻ ഉപരോധിച്ചതിനും ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചതിനുമാണ് കേസ്. മത്സരത്തിൽ 2ാം സ്ഥാനത്താണ് വിയ്യപുരം എത്തിയത്. ശ്യാംകുമാർ വിശദാംശങ്ങളുമായി. ശ്യാം, ഇതിപ്പോൾ കോടതിയിലേക്കൊക്കെ എത്തുന്ന ഒരു കേസായി മാറുകയാണ്. ഈ നിലവിൽ ഈ കേസ് എടുത്തിരിക്കുന്നത് അത് എന്തിനൊക്കെയാണ്? 100 പേർക്കെതിരെ കേസ് എന്താണ് കുറ്റം? അനുജ, കണ്ടാലറിയാവുന്ന 100 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചതിനും നെഹ്റു ട്രോഫി പവലിയന് മുന്നിൽ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചതിനുമാണ് കേസ്. വിയ്യപുരം ചുണ്ടനിലെ തുഴച്ചിൽക്കാർക്കും വിയ്യപുരം ചുണ്ടൻ ബോട്ട് ക്ലബിന്റെ ഭാരവാഹികൾക്കും ഉൾപ്പെടെ എതിരായിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. മറ്റുള്ള ആളുകളെ കണ്ടറിയാവുന്നവർ എന്ന രീതിയിലാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇവരെ കണ്ടെത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. 100 പേർക്കെതിരായിട്ടാണ് ഇന്നലത്തെ മത്സരത്തിന് ശേഷം ഉണ്ടായ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഈ വിവാദം ഇത് ഇങ്ങനെ തുടരുകയാണല്ലോ, അത് ഹൈക്കോടതിയിലേക്ക് പോകുന്നു. അത് എന്തിലാണ് ഇപ്പോൾ ഇതിലൊരു വിശദീകരണം ഉണ്ടോ ശ്യാം? എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? അല്ലെങ്കിൽ ഈ സമയം ഒരേ തരത്തിലാണ് ആദ്യം കാണിച്ചത് എന്നൊക്കെയുള്ള ആരോപണം ഇന്നലെ തന്നെ അവർ പറഞ്ഞതുമാണ്. ഇതിൽ അധികൃതരുടെ വിശദീകരണം എന്താണ് ശ്യാം? ഇതിൽ ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും തരത്തിൽ വിശദീകരണം നൽകേണ്ടത് നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റിയാണ്. പക്ഷേ അവർ ഇതുവരെ ഈ വിഷയത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. ഏതായാലും കേസുമായി, അതായത് ഹൈക്കോടതിയിലേക്ക് കേസുമായി പോകുമെന്ന് വില്ലേജ് ബോട്ട് ക്ലബിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെ ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം ഇത് നിയമ പോരാട്ടത്തിലേക്ക് പോകുമെന്നും ഉറപ്പാണ്. അതിനിടയിലാണ് ഇപ്പോൾ 100 പേർക്കെതിരെ പോലീസ് കേസെടുക്കുക കൂടി ചെയ്തിരിക്കുന്നത്. ഏതായാലും മറ്റ് ബോട്ട് ക്ലബ്ബുകളും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഫൈനലിലെത്തിയ ബോട്ടുകളാണ്, വള്ളസമിതികളാണ് ഇപ്പോൾ കേസുമായി മുന്നോട്ട് പോകുന്നത്. നിലവിൽ എടുത്തിരിക്കുന്ന കേസിൽ 100 പേരെയാണ് പ്രതികളാക്കി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരി, നെഹ്റു ട്രോഫി ജലമേളയിലെ വിജയികളെ സംബന്ധിച്ച തർക്കത്തിലാണ് ഇപ്പോൾ 100 പേർക്കെതിരെ കേസെടുത്തത്. വിയ്യപുരം അവരാണ് പരാതിക്കാർ. അവരുടെ തുഴച്ചിൽക്കാർ ഉൾപ്പെടെ 100 പേർക്കെതിരെയാണ് കേസ്. പവലിയൻ ഉപരോധിച്ചു, ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു എന്നതിനാണ് കേസ്. കണ്ടാൽ അറിയാവുന്ന 100 പേർക്കെതിരെയാണ് കേസ്.